വൺ ഇന്ത്യ വൺ പെൻഷൻ. ഇത് എൻ്റെ മുദ്രാവാക്യമല്ല. പക്ഷെ ഈ മുദ്രാവാക്യത്തെ ഭാഗികമായിട്ടെങ്കിലും ഞാൻ അംഗീകരിക്കുന്നു. അതായത് ഇന്ത്യയിലെ എല്ലാവർക്കും ഒരേ പെൻഷൻ കിട്ടണം എന്ന് പറയുന്നതിനോട് എനിക്ക് എതിർപ്പാണ്. പക്ഷേ നല്ല പെൻഷൻ വേണം എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ അനുകൂലിക്കുന്നു. അപ്പൊ ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ, എല്ലാവർക്കും ഒരുപോലെ പെൻഷൻ എന്ന് പറയുന്നതിനെ ഞാൻ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് ആദ്യം പറയാം. കാരണം ഈ കേരള ഗവൺമെന്റ് സർവീസിൽ നിന്നോ കേന്ദ്ര ഗവൺമെന്റ് സർവീസിൽ നിന്നോ അല്ലെങ്കിൽ ഒക്കെ വിരമിക്കുന്നവർ എഫിഷ്യൻസി പെൻഷനാണ് മേടിക്കുന്നത്. അതായത് എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്ത് UPSC വഴിയോ PSC വഴിയോ ഒക്കെ സേവനത്തിൽ കയറുന്നവരാണ്. തിരികെ കയറ്റുന്നവരുടെ കാര്യം ഞാൻ വിസ്മരിക്കുന്നില്ല. അങ്ങനെയുള്ളവരുടെ കാര്യം നമുക്ക് മറക്കാം. അവരെ നമുക്ക് എന്ത് വേണമെങ്കിലും ഏത് തരത്തിൽ വേണമെങ്കിലും തഴയാം. ഓക്കെ, പോട്ടെ. അപ്പൊ എഫിഷ്യൻസി കൊണ്ട് PSC പരീക്ഷകളും അല്ലെങ്കിൽ UPSC പരീക്ഷകളും ഒക്കെ കടന്നു വരുന്നവര് 10, 30, 35 വർഷം, കാരണം അതിനൊക്കെ പ്രായപരിധിയുണ്ട്. എപ്പോഴും തിരികെ കയറാൻ പറ്റുന്നില്ല. ആ പ്രായപരിധിക്ക് മുൻപ് കയറി കഴിഞ്ഞാൽ അവരുടെ സേവനകാലം 10, 30, 35 വർഷം വരെയും നീണ്ടേക്കാം. 40 വർഷം വരെ പോകുന്നവരും കാണും. അപ്പൊ അങ്ങനെ സേവനം ചെയ്ത് പിരിയുമ്പോൾ അവർക്ക് കൊടുക്കുന്ന പെൻഷൻ എന്ന് പറയുന്നത് അത് താഴ്ത്തി കൊണ്ടുവന്ന് ഞങ്ങളുടെ പെൻഷൻ പോലെ 10,000 രൂപയിലാക്കണം എന്ന് പറയുന്നത് ഒരു തരത്തിലും നീതിയുക്തമല്ല. കാരണം ഈ PSC പരീക്ഷയോ UPSC പരീക്ഷയോ സിവിൽ സർവീസ് പരീക്ഷയോ, സിവിൽ സർവീസ് തന്നെ 10-22 തരം പരീക്ഷകളുണ്ട്. അവിടെ IAS ഉണ്ട്, IPS ഉണ്ട്, IFS ഉണ്ട്. അങ്ങനെ വിവിധ തരം പരീക്ഷകൾ, 10-22 തരം പരീക്ഷകൾ. ഈ പരീക്ഷകളൊക്കെ എഫിഷ്യൻസി ടെസ്റ്റുകളാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള എഫിഷ്യൻസി ടെസ്റ്റ് കയറി വന്ന് അവര് പലപ്പോഴും ടെസ്റ്റ് എഴുതിയായിരിക്കും പ്രൊമോഷൻ എടുക്കുന്നത്. അങ്ങനെയും കയറി ഒക്കെ കഴിഞ്ഞ് സർവീസിൽ നിന്ന് വിരമിക്കുമ്പോഴാണ് അവർക്ക് പെൻഷൻ കൊടുക്കുന്നത്. അപ്പൊ പെൻഷൻ കൊടുക്കുമ്പോൾ ഈ കോൺട്രിബ്യൂട്ടറിക്ക് മുൻപ് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സ്വീകരിച്ചിരുന്ന തൊഴിലാളികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വാങ്ങി വിരമിച്ച തൊഴിലാളികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർ വളരെ ലോ സാലറിയാണ് വാങ്ങിയിരുന്നത് എന്നതിന് ഞാൻ എൻ്റെ കാര്യം തന്നെ എക്സാമ്പിൾ ആയിട്ട് പറയാം. എനിക്ക് MPhil അതായത് MA ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് MA ആയിരുന്നു. 2nd ക്ലാസ് MA വേണമായിരുന്നു ഗവൺമെന്റ് കോളേജ് സർവീസിൽ കയറണമെങ്കിൽ. ആ MA കഴിഞ്ഞ് അത് സർവീസിൽ വന്നതിന് ശേഷം MPhil ഒരു ഡിഗ്രി കോഴ്സാണ്. ആ ഡിഗ്രി ചെയ്തു. അത് കഴിഞ്ഞ് PhD കോഴ്സും ചെയ്തു, PhDയും എടുത്തു. പിന്നെ ധാരാളം നാഷണൽ ഇന്റർനാഷണൽ പ്രോജക്റ്റുകൾ ചെയ്ത് ആ പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ ഗവൺമെന്റുകൾക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ധാരാളം ആർട്ടിക്കിൾസ്, അതായത് ഇന്റർനാഷണലി റേറ്റഡ് ആയിട്ടുള്ള ജേർണൽസിൽ ധാരാളം ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട് ഞാൻ. പക്ഷെ ഞാൻ 35 വർഷത്തെ സേവനം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ 29,000 രൂപയായിരുന്നു എൻ്റെ ശമ്പളം എന്നോർക്കണം. അതേ സമയത്ത് തൊട്ടടുത്ത വർഷത്തെ ശമ്പള പരിഷ്കരണത്തിൽ ആദ്യ മാസത്തെ ശമ്പളം തന്നെ 40,000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. അപ്പൊ ആ ആദ്യ മാസത്തെ ശമ്പളമാണ് 40,000 രൂപ. ഞാൻ 35 വർഷം കഴിഞ്ഞ് സർവീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവസാന മാസത്തെ ശമ്പളമായിരുന്നു 29,000 രൂപ എന്നോർക്കണം. ഇത് താരതമ്യത്തിന് വേണ്ടി ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് പെൻഷൻ തരുന്നതിന് എടുക്കുന്ന മാനദണ്ഡങ്ങൾ, കോസ്റ്റ് ഓഫ് ലിവിംഗ് ഒക്കെ കണക്കിലെടുത്തിട്ടാണ് പെൻഷൻ തരുന്നത്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ പിന്നെ ഇപ്പൊ കോൺട്രിബ്യൂട്ടറി, ഈ രണ്ടാമത് പറഞ്ഞ ഈ 42,000 സ്റ്റാർട്ടിങ്ങിലെ മേടിച്ചു വരുന്നവർക്കാണ് കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. അത് വേണ്ട, ഞങ്ങൾക്കും സ്റ്റാറ്റ്യൂട്ടറിയിലേക്ക് പോകണമെന്നാണ് അവർ വാദിക്കുന്നത്. അപ്പൊ ഇവിടെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, എഫിഷ്യൻസി കൊണ്ടാണ് ഞങ്ങളും അവരും സർവീസിൽ വന്നത്. അവർക്ക് കോൺട്രിബ്യൂട്ടറി പെൻഷൻ മതിയോ? തീർച്ചയായിട്ടും മതി. അതിന്റെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ, അവർ വാങ്ങുന്ന ശമ്പളം, ഞാൻ പറഞ്ഞില്ല, ആദ്യ മാസം തന്നെ വാങ്ങുന്നത് 40,000 രൂപയിൽ കൂടുതൽ. അതിപ്പോ വീണ്ടും പിന്നെ 2 ശമ്പള പരിഷ്കരണവും കൂടി വന്ന് വളരെയധികം കൂടിയിട്ടുണ്ട് ആ എമൗണ്ട്. അപ്പൊ അങ്ങനെ ലക്ഷങ്ങൾ വാങ്ങിയാണ് അവർ സർവീസിൽ നിന്ന് പിരിയുന്നത്. അപ്പം ഞങ്ങളുടെ പെൻഷൻ തീരുമാനിച്ച രീതിയിൽ അവരുടെ പെൻഷൻ തീരുമാനിച്ചാൽ സംസ്ഥാന ഗവൺമെന്റ് എന്ന് കടലിൽ മുങ്ങിത്താണ് പോകുമെന്ന് വിചാരിച്ചാൽ മതി. സംസ്ഥാന ഗവൺമെന്റ് ഒരിക്കലും അത് താങ്ങാൻ പറ്റില്ല. ഒരു ഗവൺമെന്റിനും അത് താങ്ങാൻ പറ്റില്ല. കാരണം വിഭവ സമാഹരണം എന്ന് പറയുന്നത്
ജനങ്ങൾ കൊടുക്കുന്ന നികുതിയേതര, ഈ നികുതി പണമാണെങ്കിലും നികുതിയേതര വരുമാനമാണെങ്കിലും മുഴുവൻ വരേണ്ടത് ഈ ജനങ്ങളിൽ നിന്നും, ആ ജനങ്ങൾ അധിവസിക്കുന്ന ഭൂമിയിൽ നിന്നുമാണ്. അപ്പൊ അങ്ങനെ കിട്ടുന്ന വരുമാനം മുഴുവൻ കൊടുത്താൽ പോലും ഇതുപോലെ പെൻഷൻ, ഇതുപോലെ വലിയ ശമ്പള വർധനവ് വരുത്തിയിട്ട് അനുസൃതമായ രീതിയിൽ തന്നെ പെൻഷനും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ ഈ വൺ ഇന്ത്യ വൺ പെൻഷൻകാർ അവരെ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. അവർക്കറിയാം വലിയ പെൻഷനാണ് പലരും അതായത് ഇപ്പോൾ തന്നെ നിലവിലിരിക്കുന്ന സിസ്റ്റത്തിൽ തന്നെ ചില കേഡറുകൾ, ഞാൻ അതൊന്നും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതൊന്നും എൻ്റെ തൊഴിലല്ല. അതുകൊണ്ട് അതായത് ഇത് കേൾക്കുന്ന ഗവൺമെന്റിലേക്ക് എത്തിക്കുകയാണെങ്കിൽ, ആരെങ്കിലും കേട്ട് ഗവൺമെന്റിൽ എത്തിക്കുകയാണെങ്കിൽ അവർക്കറിയാം ഏത് തരത്തിലുള്ള കേഡറിൽ ഇരിക്കുന്നവർ. അതുപോലെ നമ്മുടെ സെക്രട്ടേറിയറ്റിലെ തന്നെ റിട്ടയർ ചെയ്ത പലരും ചൂണ്ടിക്കാണിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. അതായത് പ്രമോഷന് വേണ്ടി പ്രമോഷൻ, ഒരു സർവീസിൽ കയറി യാതൊരു പ്രയോജനവുമില്ലാതെ കുത്തിയിരുന്ന് ജോലി ചെയ്തില്ല എന്ന രീതിയിൽ ഇരിക്കുന്നവർ തന്നെ 10-13 പ്രമോഷൻ കിട്ടുന്നു എന്നാണ് ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ എന്തിനാണ് ഇങ്ങനെ കേഡറുകൾ സൃഷ്ടിക്കുന്നത്? കേഡറുകൾ സൃഷ്ടിക്കുന്നത് അതനുസരിച്ച് ഉയർന്ന ശമ്പളം കിട്ടാൻ. ഉയർന്ന ശമ്പളം കിട്ടി അവസാനം ഏറ്റവും വലിയ ഉയർന്ന ശമ്പളവും വാങ്ങി അവസാനം ഇറങ്ങിക്കഴിയുമ്പോൾ അതിനനുസരിച്ച് പെൻഷൻ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, കേരളം ലോഞ്ചിവിറ്റി, അതായത് ആയുർദൈർഘ്യം വളരെ ഉയർന്ന സംസ്ഥാനമാണ്. അതായത് വെസ്റ്റേൺ കൺട്രീസിലെ പോലെ നമ്മുടെ ഇവിടെ പുരുഷന്മാരുടെ ആയുർദൈർഘ്യം 72-ഉം സ്ത്രീകളുടേത് 76-ഉമാണ്. അപ്പൊ ശരാശരി ആയുർദൈർഘ്യം കേരളത്തില് 74-ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് കേരളത്തിൽ എന്നുള്ളത് കൊണ്ട് അതായത് 56 വയസ്സിലാണ് റിട്ടയർ ചെയ്യുന്നത്. 56 വയസ്സിൽ റിട്ടയർ ചെയ്ത് 74 എന്ന് പറയുന്നത് ആവറേജ് ആണ്. അത്രയും വർഷം ഇത്ര ഉയർന്ന വേതനം കൊടുക്കുമ്പോൾ, അതായത് പെൻഷൻ കൊടുക്കുന്നത് വലിയ സ്ട്രെയിൻ ആയിരിക്കും സംസ്ഥാനത്തിന്. അപ്പോൾ ഈ റിട്ടയർ ചെയ്യുന്ന ആൾക്ക് മോശമല്ലാത്ത പെൻഷൻ കൊടുക്കണം തീർച്ചയായിട്ടും. അയാള് അങ്ങനെ കൊടുക്കണം. നമുക്ക് അറിഞ്ഞുകൂടാ ആരെ എത്ര നന്നായി ജോലി ചെയ്തു, അതിന്റെ റേറ്റിംഗ് ഒന്നും എടുക്കാനുള്ള മാനദണ്ഡങ്ങളൊന്നും ഇതുവരെ കരുപ്പിടിപ്പിച്ചിട്ടില്ല. ഇപ്പോഴാണ് ഒരു കമ്മീഷനെ വെച്ച് ആ കമ്മീഷൻ എഫിഷ്യൻസിക്ക് വേണം പ്രൊമോഷനും ഇൻക്രിമെന്റും എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റിന്. അത് നടപ്പാക്കുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് നടപ്പാക്കുകയാണെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടുള്ളവരെ തന്നെ തീർച്ചയായിട്ടും പ്രൊമോഷൻ കൊടുത്ത് കയറ്റിവിടും. അങ്ങനെയൊക്കെ നമുക്കറിയാം. പക്ഷെ അതിനെയൊക്കെ ടോർപിഡോ ചെയ്യത്തക്ക രീതിയിലുള്ള യൂണിയനുകളാണ് ഈ പറയപ്പെട്ട സർവീസുകളിലൊക്കെ ഉള്ളത്. കാരണം അവർക്ക് ആ ക്വാളിറ്റി ഓഫ് സർവീസ് ഒന്നുമല്ല. അവർ വിചാരിക്കുന്നില്ല ഇത് ജനത്തിന്റെ നികുതി, ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണമാണ്, നികുതിയായിട്ടും നികുതിയേതര വരുമാനമായിട്ടും പിരിച്ചെടുക്കുന്നതാണ് ഞങ്ങൾ ഈ മേടിച്ചെടുക്കുന്നത്, ഞങ്ങൾ ജനങ്ങളുടെ ദാസരാണ് എന്ന ഒരു ചിന്തയില്ലാതെയാണ് ഈ ഗവൺമെന്റ് സെർവൻസ് പ്രവർത്തിക്കുന്നത്. ഗവൺമെന്റ് സെർവൻസ് എന്ന് പറയുമ്പോൾ ഞാനും ഒരു ഗവൺമെന്റ് സെർവന്റ് ആയിരുന്നു, ഞാൻ അടക്കമുള്ളവരെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഇവര് അവരുടെ പെൻഷനെ പറ്റിയുള്ള വലിയ ഉയർന്ന സ്വപ്നങ്ങളിൽ എന്തെങ്കിലും കരിനിഴൽ വീഴുന്നത് ഇഷ്ടമല്ലാത്തത്. പക്ഷെ അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്നവര് അവരുടെ ഇപ്പോഴത്തെ ആഗ്രഹം 10,000 രൂപ ആയിരിക്കണം അവരുടെ മിനിമം പെൻഷൻ. എല്ലാവർക്കും 60 കഴിഞ്ഞ എല്ലാവർക്കും 10,000 രൂപ വീതം പെൻഷൻ വേണമെന്നാണ്. അത് എന്നിട്ട് കോസ്റ്റ് ഓഫ് ലിവിംഗ് ഒക്കെ ഉയരുന്നതിനനുസരിച്ച് കുറേശ്ശെ വർദ്ധിപ്പിക്കണം. അതാണല്ലോ ശമ്പള പരിഷ്കരണം വരുത്തുന്നതും കോസ്റ്റ് ഓഫ് ലിവിംഗും ഒക്കെ ഉയരുന്നതിനനുസരിച്ച് ശമ്പളം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ശമ്പള പരിഷ്കരണം വയ്ക്കുന്നത്. അതുപോലെ പെൻഷൻ പരിഷ്കരണവും വേണമെന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതിൽ ഒരുപാട് ന്യായമുണ്ട്. അത് 10,000-ൽ ഫിക്സ് ചെയ്യണം. ഇപ്പൊ നമുക്കറിയാം 1,600 രൂപയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ. ആ 1,600 രൂപ പോലും 5-6 മാസം കുടിശ്ശികയായിട്ട് കിടക്കുകയാണ്. അപ്പൊ അത്ര ബുദ്ധിമുട്ടിയാണ് 1,600 കൊടുക്കുന്നത് എന്നിരിക്കെ 10,000 വേണം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ സർക്കാരിന് അത് ഇപ്പോൾ ചിന്തിക്കാൻ പോലും വയ്യ. പക്ഷേ ഓർമ്മിക്കണം, ഈ ഗവൺമെന്റ് 2016-17 ഭരണത്തിൽ വരുമ്പോൾ കൊടുത്തിരുന്ന ഇലക്ഷൻ വാഗ്ദാനങ്ങളിൽ ഒന്ന് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2,500 രൂപയ്ക്ക് ഉയർത്തുമെന്നാണ്. അത്രയെങ്കിലും ഉയർത്താൻ പറ്റിയാൽ അതെങ്കിലും നന്നായിരിക്കും. എന്തുകൊണ്ട് ഇവരുടെ ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന അവരുടെ ആർഗ്യുമെന്റിൽ കഴമ്പുണ്ട്, അത് തള്ളിക്കളയേണ്ടതല്ല എന്ന് ഞാൻ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? അതായത് ഇന്ത്യയില് 60+, ശേഷം മുകളിൽ പ്രായമുള്ളവര് 7% ഉള്ളൂ ഇന്ത്യൻ പോപ്പുലേഷന്റെ. അതായത് നമുക്കറിയാം ഇന്ത്യയാണ് ലോകത്തെ 1ാമത്തെ ജനസംഖ്യ രാഷ്ട്രം. 144 കോടി 17 ലക്ഷമാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ.
ഇനി കേരളത്തിലേക്ക് വന്നാലോ, കൃത്യമായിട്ട് 2011 ശേഷം പോപ്പുലേഷൻ സെൻസസ് എടുത്തിട്ടില്ല. പക്ഷെ എങ്കിലും ഇക്കണോമിക് റിവ്യൂ പറയുന്നത് 3,54,00,000 ഇന്ത്യയിലെ പോപ്പുലേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ 3 കോടി കേരളത്തിലെ പോപ്പുലേഷൻ, 3,54,00,000 പോപ്പുലേഷൻ ഉള്ളതിൽ 17%, ഓൾ ഇന്ത്യ തലത്തിൽ 7%മാണ് 60 കഴിഞ്ഞവരെങ്കിൽ കേരളത്തിൽ 17%വും 60 കഴിഞ്ഞവരാണ്. അപ്പൊ ഈ 60 കഴിഞ്ഞവരുടെ പ്രശ്നങ്ങൾ നമ്മൾ ധാരാളമായിട്ട് കേൾക്കുന്നുണ്ട്. മക്കള് നടതള്ളുന്ന കാര്യങ്ങള്, അതായത് ഇപ്പൊ വലിയ എന്താ പറയുക, പിന്നെ ടെമ്പിൾസിന്റെ ഒക്കെ മുൻപിൽ കൊണ്ടുവന്ന് പേരൻസിനെ, അമ്മയെ മാത്രമോ അല്ലെങ്കിൽ അച്ഛനെ തന്നെയോ ഒക്കെ നടതള്ളിയിട്ട് പോവുക, അല്ലെങ്കിൽ വെറുതെ വഴിയിൽ ഉപേക്ഷിച്ചു പോവുക, അതുമല്ലെങ്കിൽ പിന്നെ മൃഗീയമായ രീതിയിൽ കൊല്ലുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒത്തിരി കേസസ് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ മക്കളെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? സത്യത്തിൽ ജനിപ്പിച്ച് വളർത്തി ഇത്രയും ആക്കിയ മാതാപിതാക്കളോട് അത്ര ക്രൂരത ചെയ്യാൻ തക്ക ക്രൂരരാണോ കേരളത്തിലെ മക്കൾ? എനിക്ക് തോന്നുന്നില്ല ആണെന്ന്. അവരെ കൊണ്ട് അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അവർക്ക് അവരുടെ ജീവിതം തന്നെ എന്താണ് പിന്നെ പിടിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നില്ല. എന്താ കാരണം? അത്ര ഭീകരമാണ് കേരളത്തിലെ തൊഴിലില്ലായ്മ. ഈ കേരളത്തിലെ തൊഴിലില്ലായ്മയുടെ പ്രധാനപ്പെട്ട കാരണവും ഇവിടുത്തെ ലേബർ മിലിറ്റൻസിയും ഒക്കെയാണ്. അങ്ങനെ ഇരിക്കെ, അതായത് അതിനുള്ള ഒരു സാഹചര്യം തൊഴിലോ സൃഷ്ടിക്കുന്നില്ല ഗവൺമെന്റ്, എങ്കിൽ തൊഴിൽ സൃഷ്ടിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ പോലും ഇവിടുത്തെ ഭരണകൂടങ്ങൾക്കാകുന്നില്ല. അപ്പൊ അതായത് ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും അക്കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. അവര് നിലവിലിരിക്കുന്ന തൊഴിലാളി യൂണിയനുകളുടെ ഇഷ്ടപ്രകാരം തുള്ളുകയല്ലാതെ അവരെ വരച്ച വരയിൽ നിർത്തിക്കൊണ്ട് ഇവിടെ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടണം, ഇവിടെ വ്യവസായങ്ങൾ വരണം എന്ന് പറയാനായിട്ട് അത് നമുക്ക് നന്നായിട്ട് അറിയാം. സാജൻ കണ്ണൂര് പ്രവാസത്തിൽ സമ്പാദിച്ചത് മുഴുവൻ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്തതൊക്കെ കളഞ്ഞ് സൂയിസൈഡ് ചെയ്ത സാജനെ നമുക്കറിയാം. അതുപോലെ എത്രയെത്ര എക്സാമ്പിൾസ്, ഞാൻ ആ എല്ലാ എക്സാമ്പിൾസും ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഈ മക്കൾ എന്തുകൊണ്ടാണ് സ്വന്തം അച്ഛനെയോ അല്ലെങ്കിൽ അമ്മയെയോ കഴുത്ത് ഞെരിച്ചോ അല്ലാതെയോ കൊല്ലേണ്ടി വരുന്നത്? അവർക്ക് തീറ്റിപ്പോറ്റാൻ നിവൃത്തിയില്ല. അവരുടെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ കുടുംബത്തെ സംരക്ഷിക്കാൻ നിവൃത്തിയില്ലാത്ത ഗതികേടിലേക്ക് എത്തുമ്പോഴാണ്. പിന്നെ അത് മാത്രമാണോ? ഈ ഗതികേടിൽ എത്താൻ നമ്മുടെ സർക്കാർ എന്തെല്ലാം സഹായങ്ങളാണ് ചെയ്യുന്നത്? എന്ത് നല്ല മദ്യനയമായി ഇവിടെ പോയിക്കൊണ്ടിരിക്കണ. ഘട്ടം ഘട്ടമായി മദ്യം ഇല്ലാതെയാക്കുമെന്ന്, വിൽപ്പന കുറച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞ ഗവൺമെന്റ് മന്ന ഇറങ്ങി വരുന്നത് പോലെ മദ്യം കഴിച്ച് ഞങ്ങൾക്ക് പണം തരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പിന്നെ ആ മദ്യനയം നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നത്. അത് മദ്യം മാത്രമല്ല, കഞ്ചാവ്, മറ്റെല്ലാ തരത്തിലും, ഏതൊക്കെ തരത്തില് ആർക്കൊക്കെ പ്രയോജനം ഉണ്ടാവും. കഞ്ചാവ് കൊണ്ട് ഗവൺമെന്റിന് എങ്ങനെയാ? ഗവൺമെന്റിന് അതിന്റെ വിൽപ്പനക്കാരിൽ നിന്നും കിമ്പളം കിട്ടുന്നുണ്ടാവും ഗവൺമെന്റിൽ വേണ്ടപ്പെട്ടവർക്ക്. നമുക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാന്ന്. എന്തായാലും ഈ തരത്തില് ഗവൺമെന്റ് തന്നെ ഈ സംസ്ഥാനത്തെ ജനങ്ങളെ അല്ലെങ്കിൽ ഈ യുവതി യുവാക്കളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വഴിതെറ്റിക്കലിന്റെ പാതയിൽ ഇരുന്നു കൊണ്ടാണ് തൊഴിലില്ലാത്ത മക്കള് ചിലപ്പോൾ മാതാപിതാക്കളെ കൊല്ലേണ്ടി വരുന്നത്. അപ്പോൾ അതായത് നല്ല സ്വഭാവത്തിൽ നന്നായി വളർന്നു വന്ന ക്യാരക്ടർ ഫോർമേഷൻ നടന്നിട്ടില്ല. അവരുടെ ക്യാരക്ടർ ഫോർമേഷൻ നടക്കാതെ വന്നു. അതോടൊപ്പം അവർക്ക് ജീവിക്കാൻ മാർഗവും ഇല്ലാതെ വന്നു. അങ്ങനെ വന്നപ്പോഴാണ് സ്വന്തം മാതാപിതാക്കളെ തന്നെ പോലും കൊന്നുകളഞ്ഞ് ജീവിച്ചു മുന്നോട്ട് പോകാനായിട്ട് തയ്യാറെടുക്കുന്നത്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തില് ഞാൻ വൺ ഇന്ത്യ വൺ പെൻഷനിൽ നിന്നാണ് ഇങ്ങോട്ടൊക്കെ പോകുന്നത്, വഴിതെറ്റി പോകുന്നത്. ഞാൻ തിരിച്ച് ആ വഴിയിലേക്ക് തന്നെ വരാം. വൺ ഇന്ത്യ ഒരു 10,000 രൂപ പോട്ടെ, 5,000 രൂപയെങ്കിലും ഒരു മാസം ഒരു 60 കഴിഞ്ഞ അച്ഛന്റെ അമ്മയുടെയും അല്ലെങ്കിൽ ഭാര്യയുടെയും ഭർത്താവിന്റെയും 5,000 രൂപ വീതം കിട്ടുന്നു എന്ന് വെച്ചോളൂ. അവർക്ക് തീർച്ചയായിട്ടും റേഷൻ കടയിൽ നിന്ന് ഭക്ഷ്യ സുരക്ഷ ആക്ട് അനുസരിച്ചുള്ള അരിയും മറ്റു സാധനങ്ങളും അവരുടെ ആവശ്യത്തിന് വേണ്ടിയെങ്കിലും കിട്ടുന്നുണ്ടാവും. അതോടൊപ്പം ഈ പണവും കൂടി ആകുമ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ മുമ്പോട്ട് പോകാം. അവരാർക്കും ഒരു ഭാരമായി തീരുന്നില്ല. അവർ പെട്ടെന്ന് പ്രായാധിക്യം കൊണ്ട് ഒന്നിനും കൊള്ളാത്തവരായി മാറുന്നില്ല. കാരണം ഇപ്പോ അതായത് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു ഏജിങ് സ്റ്റഡി സെന്റർ, പ്രായമായവരെ പറ്റി പഠിക്കുന്ന, അതായത് ജെറിയാട്രി പഠിക്കുന്ന ഒരു ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിലെ വലിയ നീണ്ടകാല ഗവേഷണത്തിന് ശേഷം അവര് ഒരു എൻസൈം കണ്ടുപിടിച്ചു. ജെറോസൈം എന്നതിന് പേരിട്ടു, ജെറോസൈം സ്റ്റഡീസ്. ആ എൻസൈം എന്താണ്?
അതായത് ഈ പ്രായം പെട്ടെന്ന് വർദ്ധിപ്പിക്കത്തക്ക രീതിയിൽ ശാരീരിക ക്ലേശങ്ങളും എല്ലാം വളരെ പെട്ടെന്ന് വർദ്ധിപ്പിച്ച് അവരെ പിന്നെ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനാക്കി മാറ്റുന്നതാണ് ഈ എൻസൈം. ഈ എൻസൈമിനെ തടയാൻ പറ്റിയാൽ, അതിന്റെ ഗ്രോത്തിനെ പതുക്കെ പതുക്കെ ആക്കാൻ പറ്റിയാൽ വാർദ്ധക്യം ആരോഗ്യകരമായിട്ട് ദീർഘകാലം കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് ആ സ്റ്റഡി പറയുന്നത്. അതായത് കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ ആ പഠന കേന്ദ്രം പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ എൻസൈമിന്റെ പ്രവർത്തനം പതുക്കെ ആക്കാൻ പറ്റുന്നത്? അതാണ് നമ്മൾ ഇവിടെ ഈ പെൻഷനുമായിട്ട് കൂട്ടിമുട്ടിക്കാൻ പോകുന്നത്. അതായത് പോഷക സമൃദ്ധമായ ആഹാരം പ്രായമായവർ കഴിക്കണം എന്ന് വെച്ചാൽ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ്, അതുപോലെ തന്നെ പ്രോട്ടീൻ, മാംസ്യം, ഇങ്ങനെയുള്ള എല്ലാ തരം പോഷണങ്ങളും ആവശ്യത്തിനുണ്ടായി വലിച്ചു വാരി തിന്നണമെന്നല്ല പറയുന്നത്, ആവശ്യത്തിന് ഈ പോഷണങ്ങൾ എല്ലാം ഉണ്ടാകണം. അപ്പോൾ പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കുക, അതോടൊപ്പം തന്നെ കുറച്ച് വ്യായാമ മുറകളും കൂടി. വ്യായാമം ഒന്നും പോയി ചെയ്യേണ്ട, അരമണിക്കൂർ നടന്നാൽ മതി വ്യായാമത്തിന്, അല്ലെങ്കിൽ അതിന് പകരം നിൽക്കുന്ന മറ്റ് വ്യായാമങ്ങളും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ ഈ പ്രായം എന്ന് പറയുന്നത് അവർക്കൊരു വെർച്യുവായിട്ടൊരു അനുഗ്രഹമായി തീരും, ഒരു ശാപമായി തീരുകയില്ല. അപ്പോൾ അങ്ങനെ ഈ പ്രായമായ അച്ഛനും അമ്മയും ശാപമായി തീരുമ്പോഴാണ് മക്കള് അവർക്ക് നേരെ തിരിയുന്നത്, നടതള്ളണം എന്നൊക്കെ തോന്നുന്നത്. അങ്ങനെയല്ല, അവർ ആരോഗ്യവാന്മാരായി ആരോഗ്യവതികളായി ജീവിക്കുന്നത് കൊണ്ട് ഈ മക്കൾക്കും പ്രയോജനമുണ്ട്. അവരുടെ കുട്ടികളെ നോക്കുന്നു, അവർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു, അങ്ങനെ. അപ്പൊ അങ്ങനെയൊക്കെ അവരുടെ ജീവിതം വീണ്ടും ജീവിച്ചു തീർക്കാൻ ഉള്ള സാഹചര്യം സൃഷ്ടിക്കുക. അതാണ് ഈ പറയപ്പെട്ട കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പൊ അതിന് പറ്റണമെങ്കിൽ എന്താ വേണ്ടത്? അതിന് പറ്റണമെങ്കിൽ കയ്യിൽ ഇച്ചിരി തുട്ട് വേണം. എന്ന് വെച്ചാൽ ഈ വൺ ഇന്ത്യ വൺ പെൻഷൻകാർ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള പെൻഷൻ, അത് 10,000 എന്ന് ഞാൻ പറയുന്നില്ല. സർക്കാർ അതിനെപ്പറ്റി ആലോചിച്ച് 2,500 എങ്കിലും കൊണ്ടുവരാൻ പറ്റിയാൽ, അത് 5,000 കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ. അപ്പൊ അവരുടെ ആവശ്യങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ, അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും നിർബന്ധപൂർവം പറയുന്നതാ. കോൺസ്റ്റിറ്റ്യൂഷന്റെ 14ാം വകുപ്പാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് ഇപ്പൊ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. പറയുന്നത് 60 കഴിഞ്ഞ സ്ത്രീ പുരുഷന്മാർക്ക്, അതായത് സീനിയർ സിറ്റിസൺസിന്റെ എല്ലാത്തരം പരിരക്ഷയും, അതായത് ഉത്തമ പൗരന്മാരായി മുൻപോട്ട് പോകത്തക്ക രീതിയിലുള്ള പരിരക്ഷ അവർക്ക് കൊടുക്കണമെന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അത് അംഗീകരിച്ച് തന്നെയാണ് നമ്മുടെ ഈ ഗവൺമെന്റ് നിയമങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അത് കാരണം കൊണ്ട് ഇവർക്ക് എവിടുന്നോ വീണ് കിട്ടുന്ന ഒരു മന്നയല്ല. ഇവർക്ക് ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് തന്നെ ഇവർക്ക് അവകാശപ്പെട്ടതാണ്. അത് കൊടുക്കുന്നില്ല, അത് കൊടുക്കാൻ ഇടവരുത്തണം. അതാണ് വൺ ഇന്ത്യ വൺ പെൻഷൻകാര് ആവശ്യപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന പദ്ധതി ഗവൺമെന്റ് ശ്രദ്ധിക്കണം, അതുപോലെ സമൂഹവും ശ്രദ്ധിക്കണം. അതായത് ആർക്ക് വേണ്ടിയാണ്? അവർക്ക് വേണ്ടി മാത്രമല്ല. പ്രായമാകുന്നത് ഭയത്തോടെ നോക്കുന്ന ഒരു ജനതയാണ് കേരളത്തിലുള്ളത്. ബിക്കോസ് നമ്മൾ ഈ പറയപ്പെട്ട മക്കൾ കൊല്ലുന്നു, നടതള്ളുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട്. അപ്പൊ അത് ഒട്ടും ഭയത്തോടെ കാണാതെ പുഞ്ചിരിയോടുകൂടി 60+ കാലഘട്ടത്തിലേക്ക് കടക്കാനും വളരെ ശക്തമായ രീതിയിൽ സ്വന്തം കാൽപ്പാടുകൾ സമൂഹത്തിൽ കൃത്യമായി കാഴ്ചവെച്ചുകൊണ്ട് തന്നെ, അതായത് സമൂഹത്തിന് കൊടുക്കേണ്ട സേവനം കൊടുത്തുകൊണ്ട് തന്നെ അവർക്ക് വീണ്ടും 20-25 കൊല്ലം, 60-ന് ശേഷം 20-25 കൊല്ലം മുൻപോട്ട് പോകുവാനും പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക. അതിനാണ് അവർക്ക് ഉയർന്ന പെൻഷൻ, എല്ലാവർക്കും ആണിനും പെണ്ണിനും ഉയർന്ന പെൻഷൻ കൊടുക്കുക. അങ്ങനെ ഉയർന്ന പെൻഷൻ കൊടുക്കേണ്ടി വരുമ്പോഴാണ് നാം വിചാരിക്കേണ്ടത്, വലിയ പെൻഷൻ വാങ്ങിച്ചു പോകുന്നവർ, അതായത് ഒരു മാസം അവനവൻ ആവശ്യമുള്ളതിനേക്കാൾ വളരെ കൂടുതൽ മേടിച്ച് ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുന്നത്, അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ആരെയാണ് ഓർക്കേണ്ടത്? ഓർക്കേണ്ടത് ബിൽ ഗേറ്റ്സിനെയാണ്. ആ ബിൽ ഗേറ്റ്സ് പറഞ്ഞതുപോലെ ഞാൻ നേടിയതെല്ലാം ഞാൻ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ബിൽ ഗേറ്റ്സ് മെലിൻഡ ഫൗണ്ടേഷൻ വഴിയായിട്ട് കൊടുക്കുമെന്ന് പറയുന്ന ആ മനുഷ്യനെ ഓർക്കണം. കാരണം നമുക്ക് ആവശ്യമുള്ളത് ഇനി നമ്മുടെ മക്കളാകുമ്പോഴത്തേനും അവരുടെ ആവശ്യം അവർ നിർവഹിക്കട്ടെ, അവർ ജോലി ചെയ്യട്ടെ. അവർക്ക് കൈകളും അവർക്ക് വിദ്യാഭ്യാസവും അവർക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവർ ജോലി ചെയ്ത് ജീവിക്കും. അപ്പൊ നമ്മുടെ ചുറ്റുപാടിൽ പട്ടിണി ഉണ്ടെങ്കിൽ, നമ്മുടെ ചുറ്റുപാടിൽ കണ്ണീരുണ്ടെങ്കിൽ അത് കണ്ടില്ലെന്ന് നടിച്ച്
നമ്മുടെ മക്കൾക്ക് വേണ്ടി കരുതി വെച്ചാൽ നമുക്ക് ഉറപ്പില്ല അത് നമ്മുടെ മക്കൾക്ക് തന്നെ കിട്ടുമെന്ന്. അതിനുള്ള എക്സാമ്പിൾസ് ബൈബിളിൽ ഇഷ്ടം പോലെയുണ്ട്. ഭഗവത്ഗീത എടുത്തു നോക്കിയാൽ അതിലുണ്ട്, വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ അതിലുമുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വൺ ഇന്ത്യ വൺ പെൻഷൻകാർക്ക് അവരാഗ്രഹിക്കുന്ന അവരുടെ ആ ഭാഷ്യത്തില് പലതും നമുക്ക് ഇഷ്ടമല്ലാത്ത, നമുക്ക് ദഹിക്കാത്തത്, അതൊക്കെ വിട്ടുകളയുക. പക്ഷെ നമുക്ക് ദഹിക്കുന്ന, നമ്മുടെ സമൂഹത്തിന് അനിവാര്യമായിട്ടും ആവശ്യമുള്ള, നമുക്ക് ഉത്തരവാദിത്വമുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അത് നോക്കി അവരെ സഹായിക്കണം, അവരെ തള്ളിക്കളയുകയല്ല നാം ചെയ്യേണ്ടത്.